നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള അസുഖങ്ങളുള്ളവർ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എണ്ണയില്ലാതെ നമുക്കൊന്നും കുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കുക്ക് ചെയ്യുമ്പം എണ്ണ വളരെ അത്യാവശ്യമാണ്. ബേക്കിങ്ങും റോസ്റ്റിങ്ങും ടോസ്റ്റിങ്ങും ഒക്കെ എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അഗാരോയുടെ ഒരു എയർ ഫ്രയർ ആണ്. അഗാരോ റീജൻസി ഡിജിറ്റൽ എയർ ഫ്രയർ ആണിത്. ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയിട്ടുള്ളത്. അൺബോക്സ് ചെയ്യുമ്പോൾ കുറെ അധികം ആക്സസറീസ് ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. നല്ല അടിപൊളി ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലോസി ഫിനിഷിംഗും ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ഡോറും മുകൾ ഭാഗവും ഒക്കെ സിൽവർ ഫിനിഷിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്കി മൊത്തം ബ്ലാക്ക് കളറിന്റെ ഒരു ഗ്ലോസി എഫക്റ്റ് ആണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുക. ഫ്രണ്ട് സൈഡിലെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയയിലാണ് ഇതിന്റെ ടച്ച് കൺട്രോൾസ് എല്ലാം വരുന്നത്. വലിയൊരു ടച്ച് കൺട്രോൾ സ്ക്രീൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇതിന്റെ ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ അഗാരോയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ട് സൈഡിലും മുകളിലും പ്രത്യേകിച്ച് സ്വിച്ചസോ ഫംഗ്ഷൻസോ ഒന്നും തന്നെ ഇല്ല. ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു എയർ ബെൻഡ് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു പവർ കേബിൾ നൽകിയിട്ടുണ്ട്. 1800 വാട്ട്സിന്റെ എയർ ഫ്രയർ ആണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഡോർ നൽകിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് വലിച്ച് ഓപ്പൺ ആക്കാൻ പറ്റും. കുറച്ച് ബലം പ്രയോഗിച്ചെങ്കിൽ ഇത് ഫുള്ളി ഇങ്ങനെ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം കുറച്ച് ടൈറ്റ് ആണിത്. ഇനി നമുക്ക് ഈ മെയിൻ യൂണിറ്റിനോടൊപ്പം ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് മെഷ് റാക്കുകൾ നൽകിയിട്ടുണ്ട്. കായ പോലെയുള്ള ഐറ്റംസ് ഡ്രൈ ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതേപോലെ രണ്ട് തട്ടുകളിലായി ഇത് എയർ ഫ്രയറിൽ നമുക്ക് കടത്തി വെക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഇതുപോലെ കറുത്ത നിറത്തിലുള്ള ഒരു ട്രേ ആണ്. നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്താലും അതിന് മുമ്പായിട്ട് ഏറ്റവും അടിയിൽ ഈ ഒരു ട്രേ വെക്കണം. കാരണം നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് കളർ ട്രേ നൽകിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എയർ ഫ്രയറിനുള്ളിലേക്ക് വെക്കാനായിട്ട് മറന്നു പോകരുത്. അടുത്തത് ഒരു സൈഡ് കൂർത്തതും മറ്റേ സൈഡ് വളഞ്ഞതുമായിട്ടുള്ള കുറെ കമ്പികൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം ചെറിയൊരു മെറ്റൽ റോഡ് ലഭിക്കുന്നുണ്ട്. രണ്ട് സ്റ്റീൽ പ്ലേറ്റുകൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ രണ്ട് ബോൾട്ടുകളും കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് ഫിക്സ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഐറ്റമാണ്. ഈ രീതിയിൽ ഇത് യോജിപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലെ കമ്പിയിൽ ചെറിയ ചിക്കൻ പീസുകൾ കോർത്ത് നമുക്ക് ചിക്കൻ ടിക്കയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സെറ്റപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഫുൾ മെഷ് കവർ ചെയ്ത ഒരു റോട്ടിസറി ബാസ്ക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ തുറക്കാനായിട്ട് സാധിക്കും. തുറന്നതിന് ശേഷം ഐറ്റംസ് എന്താണോ ഫ്രൈ ചെയ്യേണ്ടത് അത് ഇതിനുള്ളിലേക്ക് ഇട്ട് എയർ ഫ്രയറിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് റൈറ്റ് മാർക്കിംഗ് ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടറ്റം കൂർത്ത് മൂർച്ചയുള്ള പോലുള്ള രണ്ട് ക്ലിപ്പുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് റോട്ടിസറി ഷാർട്ടിൽ ചിക്കൻ കോർത്ത് വെച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം ഗ്രില്ല് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബ്ലാക്ക് കളറിലുള്ള ഈ ഫ്രൈയിങ് ബാസ്ക്കറ്റ് ആണ്. ഇതും ഐറ്റംസ് ഫ്രൈ ചെയ്യാനും അതേപോലെ ബേക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനോടൊപ്പം ഒരു ഹാൻഡിലൂടെ ലഭിക്കുന്നുണ്ട്. ഈ ഹാൻഡിൽ നമുക്ക് ഫ്രൈയിങ് ബാസ്ക്കറ്റിന്റെ സൈഡിൽ പ്രസ് ചെയ്ത് കയറ്റി ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രൈയിങ് ബാസ്ക്കറ്റ് ഫ്രയറിനുള്ളിലേക്ക് വെക്കുമ്പോഴും വെളിയിലേക്ക് എടുക്കുമ്പോഴും ഒക്കെ കൈ പൊള്ളാതെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഹാൻഡിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു റിമൂവൽ ടൂൾ ആണ്. റോട്ടിസറി ബാസ്ക്കറ്റ് അകത്തേക്കും പുറത്തേക്കും ഒക്കെ എടുക്കുമ്പോൾ കൈ പൊള്ളാതെ സേഫ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. റെഡ് കളറിലുള്ള ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ഗ്ലൗസുകളും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ റെസിപ്പീസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റും യൂസർ മാനുവലും ഈ പാക്കേജിനുള്ളിൽ ലഭിക്കുന്നുണ്ട്. 12 ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിനുള്ളത്. ഫ്രണ്ടിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിൽ 9 പ്രീസെറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കുക്കിംഗ് എളുപ്പമാക്കാനാണ് ഈ പ്രീസെറ്റുകൾ നൽകിയിട്ടുള്ളത്. ചിക്കൻ, പിസ്സ അങ്ങനെയുള്ള 9 ഐറ്റംസ് ഇവിടെ നമുക്ക് പ്രീസെറ്റ് നൽകിയിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യേണ്ട ഐറ്റം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം വെച്ച ഐറ്റം ഏതാണോ അതിന്റെ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. പ്രീസെറ്റുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യൂസർ മാനുവലിൽ വളരെ ക്ലിയർ ആയിട്ട് ഓരോ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീസെറ്റ് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ വെച്ച ഐറ്റത്തിനനുസരിച്ചുള്ള പ്രീസെറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ടൈമും ടെമ്പറേച്ചറും സെലക്ട് ആവും. അതിനുശേഷം ആ ഒരു ടൈം കഴിയുന്നുടനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓഫ് ആകുകയും ചെയ്യും. പ്രീസെറ്റ് മാത്രമല്ല നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നത് കസ്റ്റമൈസ് ടെമ്പറേച്ചറും ടൈമും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു എയർ ഫ്രയറിൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ എല്ലാ ഭാഗവും വെന്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 90 മിനിറ്റ്സ് വരെയുള്ള ടൈമർ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 80 to 200 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഇനി ഇത് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇതേപോലെ റോട്ടിസറി ഷാഫ്റ്റിൽ കുത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു റിമൂവൽ ടൂൾ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഇതേപോലെ ഫ്രയറിന്റെ അകത്തേക്ക് കയറ്റി വെക്കണം. ഇനി പവർ പ്ലഗ് കണക്ട് ചെയ്ത് പവർ ഓൺ ആക്കിയതിനു ശേഷം കൺട്രോൾ പാനലിൽ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്യണം. അതിനുശേഷം ഡിസ്പ്ലേയിൽ നിന്നും റോട്ടിസറി ചിക്കൻ സെലക്ട് ചെയ്യുക. ഈ റോട്ടിസറി ചിക്കൻ്റെ ആ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ടെമ്പറേച്ചറും ടൈമും സെറ്റ് ആവും. ഓരോ ഐറ്റംസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈമും ടെമ്പറേച്ചറും ആയിരിക്കും ഇതിൽ പ്രീസെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 30 മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം കാണിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 190 ഡിഗ്രി ടെമ്പറേച്ചർ കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ ഇതിങ്ങനെ പതുക്കെ
കറങ്ങി കറങ്ങി നല്ല ഭാഗമായിട്ട് വെന്ത് സെറ്റായിട്ട് വരും. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി ഞാൻ ചിക്കൻ വെളിയിലെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ സംഭവം പ്രിപ്പയർ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് സെറ്റായിട്ട് തന്നെയാണ്. കറക്റ്റ് ആ ഒരു ടൈമിങ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതിൽ കൂടുതലോ കുറവോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ് പ്രീസെറ്റിൽ ഓരോ ഐറ്റംസിനും കൊടുത്തിരിക്കുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭാഗത്തിന് വെന്തെടുക്കാനായിട്ട് സാധിക്കും. ചിക്കൻ ടിക്ക ഉണ്ടാക്കാനും ഇതേപോലെ വളരെ ഈസിയാണ്. ചിക്കൻ ഈ കാണുന്ന കമ്പികളിൽ കോർത്തെടുത്തതിന് ശേഷം എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കണം. പ്രീസെറ്റ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെമ്പറേച്ചർ വേണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ബട്ടൺസ് നൽകിയിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാനും സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് സെറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ടൈം ആണോ ഇതിന്റെ വെക്കേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടൊരു റോട്ടിസറി ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേഷനും എനേബിൾ ആവും. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ എനേബിൾ ആയിട്ടുള്ള ഓരോ ബട്ടണുകളും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്ത് സംഭവമാണ് ഇതിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോട്ടിസറി ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ് ആയിട്ട് കിടക്കും. അതിനുശേഷം പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ആകാനായിട്ട് തുടങ്ങും. ഈ പവർ ബട്ടണിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ലൈറ്റിന്റെ ഐക്കൺ ഉള്ള ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ, അതായത് ഫ്രയറിനുള്ളിൽ ഒരു ലൈറ്റ് തെളിഞ്ഞു വരും. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഏത് ലെവലിൽ എത്തി എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഈ ലൈറ്റ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എയർ ഫ്രയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രൊഡക്റ്റിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി കമ്പനി ഇവിടെ ഈ പ്രൊഡക്റ്റിന് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒപ്പം ഇതിൽ നൽകിയിട്ടുള്ള പ്രീസെറ്റുകളൊക്കെ തന്നെ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് എത്രയാണെന്ന് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഈ പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ കമ്പനി ഒരു പ്രൊഡക്റ്റിന് 2 ഇയർ വാറണ്ടി നൽകുന്നുണ്ട്. എക്സ്ട്രാ 6 മന്ത് വാറണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ 6 മന്ത് നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കുന്നതാണ്. പ്രൊഡക്റ്റിന്റെ വില എത്രയാണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പ്രസന്റ് ടൈമിലെ വിലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ 1 വർഷത്തിന് ശേഷമോ 6 മാസത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വില ഇതിലും കൂടുതലോ കുറവായിരിക്കും. അപ്പോൾ ഇതിന്റെ വിലയിൽ വരുന്ന മാറ്റം നിങ്ങൾ മാനേജ് ചെയ്തോളുക. പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ എത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.